കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണ് ചില മാധ്യമപ്രവർത്തകർ. അതിന് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട് മന്ത്രി പി.കെ. ബഷീർ. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണത്തിൽ എല്ലാ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ലഭിച്ചതാണെന്ന്, പദ്ധതി വളരെ ഗുണകരമാണെന്ന് അങ്ങ് നിയമസഭയിൽ പറയുകയുണ്ടായല്ലോ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി. എന്നാൽ ദുരന്ത പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ പോലും ഇത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകന് ഒട്ടും സമയം കളയാതെ മന്ത്രി കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. നിയമസഭയിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നും, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇതെന്നും, നിയമസഭയിൽ അങ്ങനൊരു ചോദ്യം വന്നിട്ടില്ലെന്നും, ആകെ താൻ മന്ത്രിയായതിനു ശേഷം വന്നത് ഊരാളുങ്കൽ വിഷയം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ തലയിൽ ഇടല്ലേ എന്നും, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളും ആലോചിക്കണമെന്നും അദ്ദേഹം കടുപ്പിച്ചു പറയുകയുണ്ടായി. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പോയി, നിങ്ങളെല്ലാം കൂടി കണ്ട് തലയിക്കിടല്ലേ. ഞാനൊന്ന് പറയണേ, അങ്ങോട്ടും ഇങ്ങോട്ട് കേക്ക് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ചോദിക്കണേ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത്. നല്ലത് ആര് നിയമസഭയിൽ ഇതിനെപ്പറ്റി ഒന്നും വന്നിട്ടില്ല. ഞാനൊരു ചോദ്യം ഞാനല്ല അത് നിങ്ങൾ തെറ്റിദ്ധാരണ. ഞാൻ നിയമസഭയിൽ ഇതിനെപ്പറ്റി ഒരു ചോദ്യം വന്നിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടില്ല. ആകെ ഞാൻ മന്ത്രി ആയതിനു ശേഷം വന്നത് ഒരാളുകളെ പറ്റി മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. അല്ല നിങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് പോയി, നിങ്ങളെല്ലാം കൂടി കണ്ട് തലയിക്കിടല്ലേ. ഞാനൊന്ന് പറയണേ, അങ്ങോട്ടും ഇങ്ങോട്ട് കേക്ക് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ചോദിക്കണേ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത്. ഈ പരിസ്ഥിതി അനുമതി സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഈ പരിസ്ഥിതി അനുമതി കൊടുക്കുന്നതിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചു. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത് സൂത്രപ്പണിയൊന്നും ഉണ്ടാക്കിയിട്ടല്ല, കൃത്യമായ പഠനം നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതിയൊക്കെ കിട്ടിയത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് അതാണ് ഞങ്ങൾ പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അനുമതി കൊടുത്തത്, എല്ലാ പഠനങ്ങളും നടത്തിയിട്ടുണ്ടോ, എല്ലാ വിദഗ്ധ അഭിപ്രായങ്ങളും എടുത്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കും. അതിനാണ് ഒരു വിദഗ്ധ സമിതിയെ വെക്കുമെന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ചത്.